ഹായ് ഹലോ നമസ്കാരം. ജോയ്സ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ പ്രൊഡക്റ്റാണ്. ആമസോണിൽ നിന്ന് വന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നെ വാവ്, ഇത് കണ്ടില്ലേ, കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് എന്താ പറയുക, ബേബ്ലേഡ് ആണ്. അത് കണ്ടില്ലേ, ഇതിന് പ്രൈസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 499 രൂപയാണ് പ്രൈസ് വരുന്നത്. കണ്ടല്ലേ, അത്യാവശ്യം 4 കളറുകളുണ്ട്. 1, 2, 4 കളറുണ്ട്. ഇത് പിള്ളേർക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല രസകരമായിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബേബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാർട്ടൂൺസും വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ബേബ്ലേഡ്. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് നോക്കാം. ഇതും അതേപോലെ തന്നെ ബേബ്ലേഡ് അല്ല, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് കറക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രൊഡക്റ്റ് വരുന്നത്. കണ്ടല്ലേ, ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ജസ്റ്റ് നമുക്ക് ഓപ്പണായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊരു നേരം പോകാനുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ നമുക്ക് നമ്മുടെ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് പറ്റും. പല കളറുകളുണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളറുകളുണ്ടോ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടുത്തത് റെഡ് ഉണ്ട്, അടുത്ത് നമ്മുടെ ഈ ഒരു കളറുണ്ട്, അടുത്ത് വേറൊരു കളറുണ്ട്. ഉണ്ടോ, വളരെ ചെറുതായിട്ട് വെച്ചാൽ ഈസിയായിട്ട് കറങ്ങുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എത്ര കളറുകളാണ്, നല്ല ഫാസ്റ്റായിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ എത്ര നേരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ. വളരെ രസകരമായിട്ട് നമുക്ക് കിടിലൻ പ്രൊഡക്റ്റാണത്. ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലേ, അതാണ് ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ബേബ്ലേഡ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ഇല്ലേ, ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ഒരു 10 പേർക്ക് അയച്ചു കൊടുക്കുക. 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ അതിന് താഴെ കാണുന്ന നമ്പറുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ട് അയച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അതിൽ നിന്ന് നറുക്കെടുത്ത് ഇത് ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഗിവ് അവേ ആയിട്ട് ഫുൾ ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അഡ്രസ്സ് മാത്രം അയച്ചു തന്നാൽ മതി. അയച്ചു തന്നതിന് ശേഷം നമുക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിരുന്ന ഈ വീഡിയോ തന്നെ അല്ലെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഈ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതിൻ്റെ ഉള്ള രീതികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സൂക്ഷിച്ച് പൊട്ടിക്കാം, കാരണം ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ അയച്ചു തരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു റോപ്പ് വരുന്നത്, ആ ഒരു ഇത് വരുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴേക്കുമാണ് ഇതിങ്ങനെ കറങ്ങി പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റിക്ക്. ഇങ്ങനെ നമുക്ക് പിടിച്ചിട്ട് വയ്ക്കാം. പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഊരി കളയും. പിന്നെ ഈ സംഭവമുണ്ട്, ഇത് നമുക്കിങ്ങനെ കണ്ടല്ലേ, ഇതിങ്ങനെ ചെയ്യാം. എന്നിട്ട് ലോക്കിടാം. ലോക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവം ഇങ്ങനെ മാറും. ദെൻ ഇവിടെ ഈ ഒരു സംഭവമുണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇത് വരുന്നത്. ഇനി ഇത് ഇങ്ങനെ വയ്ക്കാം, ഈ ലോക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇടാം. കണ്ടില്ലേ, അപ്പോൾ ഒരു പോലത്തില്ല. ഇതിന് ശേഷം ഇതിനകത്തൊരു ഇതുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കയറ്റുന്നതെന്നുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുവഴി നമുക്ക് കയറ്റി കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ കയറ്റാം. ഇങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴുമാണ് അത് കറക്റ്റായി പോകണം. വിളിച്ച് നോക്കാം.
ഇതൊരു പ്ലേറ്റിനകത്തൊക്കെ വെച്ചിട്ട് കറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് കറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അത് കറങ്ങി കുറേ നേരം കറങ്ങും. വേറെ ഒന്നുണ്ട്, അതും ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. അതിന് ശേഷം ഇങ്ങനെ കയറ്റാം, അതിന് ശേഷം ഇങ്ങനെ. അടുത്തത് ലോക്ക് ഉണ്ട്. ലോക്കിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് കറങ്ങുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഫാസ്റ്റായിട്ട് കറക്കണം കേട്ടോ. ഫാസ്റ്റായിട്ട് കറങ്ങണല്ലേ. നല്ല ഡിസൈൻ കണ്ടോ, നല്ല കളർ രസമുള്ള ഡിസൈനല്ലേ. സ്റ്റഡി ആയിട്ട് എത്ര നേരെ കറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പം 4 എണ്ണം കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടല്ലേ. 4 എണ്ണം കറക്കത്തോട് കറക്കാണ്. ഇതേപോലെ നിൽക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇതാണ് ഈ ബേബ്ലേഡ് എന്നുള്ള സംഭവം. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടും കറക്കാം. ഇതിങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്കൂടെ ഇതിനകത്തൊരു പച്ചക്കറ പോലൊരു സംഭവമുണ്ട്. അതിങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സാധനം എടുക്കുക. ഇതിൻ്റെ ഇതില്ലേ, ഈ സംഭവം ഇതിങ്ങനെ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ സ്പീഡിൽ കറക്കുമ്പോഴുമാണ് കറങ്ങിറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കറക്കാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും വേണേൽ എൻജോയ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു പരന്നൊരു പ്രതലത്തിലിട്ടാണ് ഞാനിത് ഈസി ആയിട്ട് കറക്കുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ മത്സരങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിനകത്ത് ഇത് കറക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന കാണാൻ തന്നെ നല്ലൊരു വലിയൊരു ഇതാണ്. എന്താ പറയുക, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെയുള്ള കറങ്ങുന്ന പമ്പരങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേട്ട് നമ്മുടെ മൈൻഡിനെ കുറച്ചും ഉത്തേജിപ്പിക്കും. നമുക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ് ഈ കാണുന്ന വേവ് ബ്ലേഡ്. അങ്ങനെയുള്ളത് ഇതാണ് കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഇത് നമുക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് കറക്കി കുട്ടികളുടെ ഒപ്പം ഇരുന്ന് കളിച്ച് നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊടുക്കുക. ഇതിനൊന്നും വലിയ വിലയില്ല. ഇത് കുറേ നാൾ നിൽക്കുന്ന പ്രൊഡക്റ്റുമാണ്. പെട്ടെന്ന് അവർക്ക് നശിപ്പിക്കാനും പറ്റത്തില്ല. അതേപോലെ ഇപ്പോഴത്തെ ഈ ഒരു മൊബൈലും ഇതിൻ്റെ പോലെ തന്നെ അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് മാനുവലായിട്ട് കളിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തായിട്ട് പോകാനും പറ്റും. നമ്മൾ ഇതുപോലെയുള്ള പമ്പരങ്ങൾ, അന്നത്തെ കാലത്തുള്ള പമ്പരങ്ങൾ, അതിനൊരു കുറച്ചും കൂടി ഒരു മോഡേൺ രീതിയിലാക്കിയതാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു സംഭവങ്ങളും ഇതും അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് അതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാനുവലായിട്ട് കറക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു കറങ്ങുന്ന സാധനം നമ്മളത് മാനുവലായിട്ട് കറക്കി വിടുമ്പോഴും നമ്മുടെ കുറച്ച് ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ അതിട്ട് നോക്കുമ്പോഴും നമുക്ക് അഴയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയ്ക്കും ഒരു രസകരമായ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ കാണുന്ന ഈസി സ്പിൻ എന്നുള്ള ഈ പ്രൊഡക്റ്റും വേവ് ബ്ലേഡ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് വാങ്ങി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതേപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഗിവേ ഉണ്ട്, ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നറുക്കെടുത്ത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കാണുന്നവരെ